मैं बलिहारी सो जा राजकुमारी सो जा। मीठे सपने आए, सपनों में भी तरस दिखाए, तो जा मीठे सपने आए। ഒന്നും രണ്ടാന്ന് ആർക്കാ അറിയാത്തെ? എത്ര വട്ടം പഠിപ്പിച്ചെന്നത് ആ കണക്ക് പട്ടികയും ഗുണന പട്ടികയും? നാരായണപിള്ള സാർ എത്ര വശം പറഞ്ഞതാ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്? ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുകയാണ്. സൂറ നീ നോക്കിക്കേ, ആ 2 പുഴകളും ഒഴുകണത്. അവിടെ ചേരുമ്പാ വലിയ പുഴയായില്ലേ ഉമ്മണി, വലിയ പുഴ. ദൈവത്തിനെ എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ട് എന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. കമ്പുകളിലെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോകുകയാ. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ ഹൃദയത്തിനുള്ളിൽ. തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. സാറാമ്മേ, ഒന്ന് പറയാനുണ്ട്. പ്രേമത്തെക്കുറിച്ച് പുതിയത് വല്ലതും പറയാനാണെങ്കിൽ ഞാനത് കേട്ട് മടുത്തു. സാറാമ്മേ. പറഞ്ഞോളൂ. ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതൊക്കോ? സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. ഇതാണോ പറയാൻ ഭാവിച്ചത്? അല്ല. പിന്നെ? സാറാമ്മയും എന്റെ കൂടെ വരണം. എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. ഭയമാണോ? സാറാമ്മേ, ഞാൻ സാറാമ്മയെ സാറാമ്മേ സ്നേഹി ഇത് 1,09,000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ സ്നേഹം എന്ന് പറഞ്ഞ എന്താ? സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി നിലാവെളിച്ചം പോലെയാണ്. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചമാകുന്നു പ്രേമം. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചം അതല്ലേ ഈ സ്ത്രീകളുടെ തലയ്ക്കകത്തുണ്ടെന്ന് പറയുന്നത്? സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത് വെറും ഒഴുക്കൻ നിലാവെളിച്ചമാണ്. വെറും സാദാ സന്തോഷം. സാറാമ്മ വരുമോ? വന്നിട്ട് എന്റെ ഭാര്യയായി ജീവിക്കണം. നാം 2 മതക്കാരല്ലേ? അതിനെന്താ, നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാലോ. സ്ത്രീധനൊന്നും വേണ്ടേ? സാറാമ്മ തന്നെ സ്ത്രീധനം. നിർത്തണേ, വേറെയുമുണ്ട് സംശയം. പറയൂ, കേൾക്കട്ടെ. നാം വിവാഹിതരായാൽ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നു. നമ്മൾ 2 സമൂഹം, എപ്പോഴും നമുക്കിടയിൽ ചർച്ചും അമ്പലവും. ന്യായമായ ചിന്ത. എല്ലാരും നേരത്തെ വന്നല്ലേ, ഞാൻ വരാൻ ഇത്തിരി വൈകി. ഷോ ഒന്നും വിചാരിക്കരുതട്ടോ. എന്താ ഞമ്മളെല്ലാരും സൂക്ഷിച്ചു നോക്കണത്?
ഞമ്മളെ മനസ്സിലായില്ല? ഞമ്മളെ സൈനബ ആന്ന്, അതന്നെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബെന്നെ. അതോ ബാപ്പല്ലയാ പോണത്? മൂപ്പരിവിടെ എത്തിണ്ടോ? റബ്ബേ, തെപ്പളേനി കാണണ്ട. അതാ പുറത്തേക്ക് പോകണേ. പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹാവൂ, സമാധാനമായി. അതേ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കാമോ? നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം